അനൗൺസ്മെന്റ് മുതൽ സിനിമാ പ്രേമികൾക്കിടയിൽ ചർച്ചയായ ചിത്രമായിരുന്നു അതിരടി. ബേസിൽ ജോസഫ് ആദ്യമായി നിർമ്മാതാവിന്റെ കുപ്പായമണിയുന്ന ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റും പ്രതീക്ഷ നൽകുന്നതായിരുന്നു. ബേസിലിനൊപ്പം ടൊവിനോ, വിനീത് ശ്രീനിവാസൻ എന്നിവർ കൂടി ചേർന്നതോടെ ഹൈപ്പ് ഇരട്ടിയായി. സിനിമയുടെ മൂഡ് പോലെ ഫണ്ണായിട്ടുള്ള പ്രൊമോഷൻ ഇന്റർവ്യൂകളും ശ്രദ്ധ നേടിയിരുന്നു. പെയ്ഡ് പ്രീമിയർ അടക്കം ചാർട്ട് ചെയ്ത ചിത്രത്തിന്റെ മികച്ച വരവേൽപ്പാണ് ലഭിക്കുന്നത്. യൂത്ത് ഓഡിയൻസിന്റെ പൾസ് അറിഞ്ഞുകൊണ്ട് ഒരുക്കിയ ചിത്രം ഈ വർഷത്തെ അടുത്ത സൂപ്പർ ഹിറ്റാകുമെന്നാണ് ട്രാക്കർമാർ കണക്കുകൂട്ടുന്നത്. മികച്ച അഭിപ്രായം ലഭിക്കുമ്പോഴും ചിത്രത്തിലെ ചില കാര്യങ്ങൾ വിമർശിക്കപ്പെടുകയാണ്. അതിലൊന്നാണ് ബേസിലിന്റെ കാസ്റ്റിംഗ്. സാങ്കുട്ടി എന്ന കോളേജ് വിദ്യാർത്ഥിയായിട്ടാണ് ബേസിൽ അതിരടിയിൽ വേഷമിടുന്നത്. ചിത്രത്തിനായി ശരീരഭാഗം കുറച്ച് ബേസിലിന്റെ ഗെറ്റപ്പ് ഒരുപാട് ചർച്ചയായിരുന്നു. എന്നാൽ സിനിമയിലേക്ക് എത്തുമ്പോൾ കോളേജ് വിദ്യാർത്ഥിയാകാൻ ബേസിൽ പാടുപെടുന്നുണ്ടെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. 36 വയസ്സുള്ള ബേസിലിനെ കാണുമ്പോൾ 21 വയസ്സുള്ള കോളേജ് വിദ്യാർത്ഥിയായി തോന്നില്ലെന്നാണ് പ്രധാന വിമർശനം. ബേസിലിന്റെ പ്രായം കുറച്ചു കാണിക്കാൻ വേണ്ടി സാംകുട്ടിയെ കൂടിയാണ് കഥാപാത്രത്തെ തിരഞ്ഞെടുത്തതെന്നും അത്യാവശ്യം പ്രായമുള്ളവരാണെന്നും വിമർശനമുണ്ട്. മലയാളത്തിൽ കോളേജ് വിദ്യാർത്ഥിയെ അഭിനയിക്കാൻ വേണ്ട നടന്മാരില്ലേ എന്നും ചിലർ ചോദിക്കുന്നു. ബേസിലിനു പകരം നസ്ലിനോ സന്ദീപ് പ്രദീപോ ചെയ്തിരുന്നെങ്കിൽ അതിരടി കുറച്ചുകൂടി നന്നായേനെന്നും കമന്റുകളുണ്ട്. ഇപ്പോഴുള്ളതിനേക്കാൾ കുറച്ചുകൂടി കൺവിൻസിംഗ് ആയെന്നും ചിലർ അഭിപ്രായം പങ്കുവച്ചു. കോമഡി രംഗങ്ങൾ അനായാസം ചെയ്തിരുന്ന ബേസിലിന്റെ പല തമാശകളും അതിരടിയിൽ വർക്കായിട്ടില്ലെന്നും കമന്റുകളുണ്ട്. എന്നാൽ തന്നാലാകും വിധം സാങ്കുട്ടിയെ ഗംഭീരമാക്കാൻ ബേസിൽ സാധിച്ചിട്ടുണ്ടെന്നും ചിലർ അഭിപ്രായപ്പെടുന്നു. കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ശരീരഭാഗമെല്ലാം കുറച്ച് അഭിനന്ദനാർഹമാണ് കമന്റുകളിൽ കാണാം. ദൃശ്യം 3 മുന്നിൽ അതിരടിച്ചു പിടിച്ചു നിൽക്കാനാകുമോ എന്നാണ് പലരും ഉറ്റുനോക്കുന്നത്.